പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 SSLC 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എക്സാം ഏകദേശ ഡേറ്റ് എന്നായിരിക്കും തുടങ്ങുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, അതിൻ്റെ ടൈം ടേബിൾ എന്നാണ് വരുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2024 അനുഭവം പങ്കുവെക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം നടന്നത് ഏപ്രിൽ 10 ശേഷമാണ് നടന്നത്. മെയ് 22 24 ആ ഡേറ്റിനാണ്, മെയ് 25 അടുപ്പിച്ചുള്ള ഡേറ്റിലാണ് എക്സാം അവസാനിച്ചത്. റിസൾട്ട് പിന്നെ 45 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഏകദേശം തിയറി എക്സാം ഒരു ഏപ്രിൽ 10 ശേഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം മെയ് 20-25 ഉള്ളിൽ കംപ്ലീറ്റ് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പോയ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് ഓരോ വർഷം തോറും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡേറ്റ് ഒന്നും കൂടി മുന്നോട്ടാണ് വരുന്നത്. 2023 നമുക്ക് കുറച്ചുകൂടി നേരത്തെ എക്സാം നടന്നിരുന്നു, കുറച്ച് നേരത്തെ കഴിഞ്ഞിരുന്നു. 2024 ആയപ്പോൾ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടാണ് ഡേറ്റ് എക്സാം തുടങ്ങിയത്. ഈ വർഷം നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം മാറ്റങ്ങൾ വരാം. എന്തായാലും ഏപ്രിൽ 10 നമ്മൾ എന്ത് ചെയ്യണം, തിയറി എക്സാം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 മാസത്തോളം എക്സാം ഉണ്ടായിരിക്കും. വിദേശത്തു നിന്നൊക്കെ ലീവ് എടുത്ത് വരുന്നവർ ഏകദേശം ഒരു ഏപ്രിൽ 10 ശേഷം നാട്ടിലെത്തേണ്ട രീതിയിൽ അവർ ലീവ് എടുക്കുക. പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ മാർച്ച് 10 ശേഷം തന്നെ നാട്ടിൽ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ടൈം ടേബിൾ വരുന്നത്, അതുപോലെ ഡേറ്റ് ഷീറ്റ് വരുന്നത് ഏകദേശം നമുക്ക് മാർച്ച് മാസത്തിലൊക്കെ ഏകദേശം തിയറി എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ടൈം ടേബിൾ തന്നെ ഏകദേശം ഒരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ തിയറി എക്സാമിൻ്റെ ടൈം ടേബിളും പബ്ലിഷ് ചെയ്യും. ഡേറ്റ് ഷീറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ടൈം ടേബിൾ കിട്ടിയ മോഡലാണ് വരുന്നത്. ഹാൾ ടിക്കറ്റ് പിന്നെ നിങ്ങൾക്ക് ഒരു മാർച്ച് ലാസ്റ്റ് വീക്കിലൊക്കെ ഏകദേശം ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ 2024 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഫോളോ ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യൂട്യൂബിലൊക്കെ പല 2015, 16, 2020 കാലഘട്ടത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണും. അത് നിങ്ങൾ ഫോളോ ചെയ്യരുത്. നമ്മുടെ ന്യൂ സിലബസ്, ന്യൂ പാറ്റേൺ അനുസരിച്ചുള്ള എക്സാം ആദ്യമായി നടന്നത് 2024 ഏപ്രിലാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 2024 ഏപ്രിലെയും 2024 ഒക്ടോബറിലെയും ക്വസ്റ്റ്യൻ, ഈ 2 വർഷത്തെ ഈ 2 പാറ്റേണിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ 2024 ഏപ്രിലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിളിൽ ഉണ്ടാവും. എല്ലാ വിഷയത്തിൻ്റെയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 2024 ഒക്ടോബറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ മുൻ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്താൽ ഒക്ടോബറിൻ്റെ കിട്ടും. ഏതെങ്കിലും ഒരു ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മതി, ഒന്നില്ലെങ്കിൽ ഏപ്രിലോ അല്ലെങ്കിൽ ഒക്ടോബറിലോ. ഏപ്രിൽ ഓൾറെഡി നമ്മുടെ സൈറ്റിലുള്ളത് കൊണ്ട് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താലും മതി. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളൊക്കെ മാറി വന്നിട്ടുണ്ടാവും. പുതിയ രീതി അനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കിയാലും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ സെക്ഷൻ ബിയിൽ വരുന്നുണ്ട്, സെക്ഷൻ സി, ഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ പാർട്ട് മൾട്ടിപ്പിൾ ചോയ്സ്, സെക്ഷൻ എയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യണം. മറ്റുള്ളതൊക്കെ നിങ്ങൾ ഗൈഡ് പഠിച്ചാലും നിങ്ങൾക്ക് സെക്ഷൻ ബിയും സിയും ഡിയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാവുന്നതാണ്. എല്ലാ വിഷയത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് എല്ലാ വിഷയത്തിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള നമ്മളുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ SSLC +2 കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനായി വീട്ടിൽ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമ്മൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും രജിസ്ട്രേഷൻ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.